ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വട, ദോശ ഇതിൻ്റെയൊക്കെ കഴിക്കാനുമൊക്കെ ഏറ്റവും നല്ലതാണ്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ചിലരൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 100 ഗ്രാം തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് നമുക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കുതിരാൻ വേണ്ടി വയ്ക്കാം. സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഞാൻ നല്ലതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അമരക്ക അരിഞ്ഞത്, ചുരക്ക അരിഞ്ഞത്, പിന്നെ തക്കാളിക്ക അരിഞ്ഞത്, പിന്നെ കത്തിരിക്ക അരിഞ്ഞത്. ചില സ്ഥലത്തൊക്കെ ഇതിനെ കത്തിരിക്ക എന്ന് പറയും, വഴുതനങ്ങ എന്നും പറയും. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാ സാധനങ്ങളും കൂടെ പരിപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലോട്ടിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒരു നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ സ്വല്പം ഉപ്പ് ഇട്ട് അടച്ച് നമുക്ക് നമുക്ക് 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. സാമ്പാറിന് ആവശ്യമായ മസാലപ്പൊടിയെല്ലാം എടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, അതിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. സാമ്പാറിന് ഈ മസാല ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അത് കരിയാതെ നമുക്കത് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കി ഇടുമ്പോഴാണ് നമുക്ക് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചിലരൊക്കെ ചൂടാക്കാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നമ്മുടെ സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മല്ലി അതെല്ലാം കൂടി ചേർത്ത് അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ലതുപോലെ ഇളക്കി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ സാമ്പാർ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. ഇനി നമുക്ക് സാമ്പാറിന് കടുക് വറക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി അതിലിട്ട് കൊടുക്കാം.
എന്നിട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതപ്പോൾ തന്നെ ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണമല്ല അതിൽ തന്നെ തങ്ങി നിൽക്കും. അതുകൊണ്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.